പിണറായി വാഴ്ത്തുപാട്ട് രചയിതാവിനെ പുറത്താക്കി പൂവത്തൂർ ചിത്രസേനയാണ് ധനകാര്യ വകുപ്പ് മെസഞ്ചർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. ഓഫീസ് അറ്റൻഡറായി വിരമിച്ച ചിത്രസേനന് പിണറായി സർക്കാർ താൽക്കാലിക പുനർനിയമനം നൽകിയിരുന്നു. ഇടതു സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായിരുന്നു. പിണറായി വിജയനെ പുകഴ്ത്തി സെക്രട്ടേറിയറ്റിലാണ് കാവലാൾ എന്ന വാഴ്ത്തുപാട്ട് അവതരിപ്പിച്ചത്. പിണറായി നാടിന്റെ അജയൻ, തീയിൽ കുരുത്ത കുതിര, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ, മണ്ണിൽ മുളച്ച സൂര്യൻ എന്നിങ്ങനെ തുടരുന്നു വീഡിയോയിലെ വാഴ്ത്തുകൾ. ഇതിൽ കാരണഭൂതൻ വാഴ്ത്തുപാട്ട് വൻ രീതിയിൽ ട്രോളിന് വിധേയമായിരുന്നു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ തുടർച്ചയായ രണ്ടാം ദിവസം വർധനവ് രേഖപ്പെടുത്തി. ഈ മാസത്തെ ആദ്യത്തെ 10 ദിവസം ആശ്വാസകരമായ പ്രകടനം കാഴ്ചവെച്ച വിപണിയിലാണ് ഇന്നലെ വൻ കുതിപ്പുണ്ടായിരുന്നത്. ഇന്നലെ പവന് 2160 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലായിരുന്നു ജൂൺ 11 സംസ്ഥാനത്തെ സ്വർണ്ണ വിപണി തുടർന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് വിപണിയിൽ ഇന്നും വർധനവ് രേഖപ്പെടുത്തിയത്. പവന് 360 രൂപയാണ് കൂടിയത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 5500 രൂപയുടെ ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായതെന്നും ശ്രദ്ധേയം. ഇറാനും US തമ്മിലുള്ള യുദ്ധം അവസാനിക്കാറായെന്ന സൂചന വന്നതിന് പിന്നാലെ സ്വർണം വീണ്ടും കുതിച്ചു. ജൂൺ 11 എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുന്നിൽ നിർത്തി താഴോട്ടിറങ്ങിയ സ്വർണം ജൂൺ 12 തിരിച്ചു കയറിയത് ട്രംപിന്റെ ഒരൊറ്റ വാചകത്തിലാണ്. ഇറാനും US തമ്മിൽ ഉടൻ സമാധാന കരാറിൽ ഏർപ്പെടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ വിപണിയും ഉണർന്നു. സംസ്ഥാനത്ത് ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 1,09,320 രൂപയായി വർദ്ധിച്ചു. ഗ്രാമിന് 45 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,665 രൂപ എന്ന നിരക്കിലാണ് വിപണിയിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. ഭാരതത്തിലെ പ്രഥമ ജലവിമാന സർവീസ് 22 തുടങ്ങും. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്കാണ് സർവീസ്. സ്കൈ ഹോപ്പ് ഏവിയേഷൻ സർവീസിന് ഏവിയേഷൻ വകുപ്പിൽ നിന്ന് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടെ ജലവിമാന സർവീസിനുള്ള സാങ്കേതിക കടമ്പകളും മറികടന്നു. ദ്വീപ് നിവാസികൾക്കുള്ള മുഹറം പെരുന്നാൾ സമ്മാനമായാണ് ജലവിമാനം സർവീസിനെ വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ളതും രാജ്യത്തെ ആദ്യ ജലവിമാന സർവീസുമാണിത്. ആദ്യഘട്ടത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും അഗത്തിയിലേക്ക് പ്രതിദിനം 4 സർവീസാണ് നടത്തുക. തുടർന്ന് ഘട്ടം ഘട്ടമായി സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. കൊച്ചിയിൽ നിന്ന് അഗത്തി, കൽപ്പേനി, കവരത്തി ദ്വീപിലേക്കായി 2 സെക്ടറിലായാണ് ജലവിമാന സർവീസുകൾ നടത്തുക. 19 യാത്രക്കാരാണ് ഒരു യാത്രയിൽ സഞ്ചരിക്കുക. ഇതിനായി ട്വിൻ ഓട്ടർ ജലവിമാനം കഴിഞ്ഞ മെയ് 13 മുതൽ 20 വരെ പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു. 1 മണിക്കൂർ 10 മിനിറ്റ് മുതൽ 1 മണിക്കൂർ 40 മിനിറ്റ് വരെയാണ് യാത്രാ സമയം. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും ഒന്നിച്ച് അറസ്റ്റിലായ മുരാരി ബാബു 90 ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ചിരുന്നു. 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ പിന്നീട് മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയാണ് മുരാരി ബാബു. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ് ഹെൽപ്പ് ലൈനിലെ ടെലിഫോൺ ഓപ്പറേറ്ററിനെതിരെ കർശന നടപടിയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ. ജീവനക്കാരന്റെ ജോലിയിൽ നിന്നും പുറത്താക്കാൻ ഉത്തരവ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ താൽക്കാലിക ജീവനക്കാരനെതിരെയാണ് നടപടി സ്വീകരിച്ചത്. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ V വിഘ്നേശ്വരി IAS ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. കുഞ്ഞ് മരണപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്ന് കാണിച്ച് മുത്തശ്ശി റീന ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലേക്ക് വിളിച്ച് സഹായം തേടിയിരുന്നു. കുഞ്ഞിന്റെ 2 കൈയും ഒടിഞ്ഞതിന് പിന്നാലെ മെയ് 3 ഹെൽപ്പ് ലൈനിൽ വിളിച്ച് വിവരം അറിയിച്ചത്. കുഞ്ഞിന്റെ അവസ്ഥയും ജീവനക്കാരനോട് പറഞ്ഞിരുന്നു. 2 കൈകളും ഒടിഞ്ഞ നിലയിലുള്ള ഫോട്ടോ സഹിതമാണ് വിവരം അറിയിച്ചത്. എന്നിട്ടും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരൻ ഇത് നിസ്സാരമായി തള്ളിക്കളയുകയായിരുന്നു. നടപടിയെടുക്കാൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് തയ്യാറായില്ല. പരാതിയിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. മറ്റെന്തോ പ്രശ്നങ്ങളാണെന്നായിരുന്നു ഹെൽപ്പ് ലൈനിന്റെ മറുപടി. കുട്ടിയുടെ അമ്മയുടെ പങ്കാളിയായ അഷ്കർ കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടെന്നും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കുഞ്ഞു കൊല്ലപ്പെടുമെന്നും മുത്തശ്ശി അധികൃതരെ അറിയിച്ചിരുന്നു. കുഞ്ഞിന്റെ ശരീരത്തിൽ പരിക്കുകളുണ്ടെന്നും 2 കൈകൾക്കും ഒടിവുകളുണ്ടായിരുന്നതായും പറഞ്ഞു. എന്നാൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. പരാതി അറിയിച്ച് 26-ാം ദിവസം കുഞ്ഞ് കൊല്ലപ്പെട്ടു. ശബരിമല മണ്ഡലകാലത്തേക്ക് ഡോക്ടർമാരെ തരില്ലെന്ന് ആരോഗ്യ വകുപ്പ്. സ്വന്തം നിലയിൽ ഡോക്ടർമാരെ കണ്ടെത്തണമെന്ന് ദേവസ്വം ബോർഡിന് കത്ത്. സേവനത്തിന് വരുന്ന ഡോക്ടർമാർക്ക് മതിയായി സൗകര്യമൊരുക്കാറില്ലെന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നു. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ആണ് ദേവസ്വം കമ്മീഷണർക്ക് കത്ത് നൽകിയത്. സേവനത്തിനെത്തുന്ന ഡോക്ടർമാർക്ക് ശബരിമലയിൽ മതിയായി താമസ ഭക്ഷണ സൗകര്യം ഒരുക്കാറില്ലെന്നും യാത്രാബത്ത അനുവദിക്കുന്നതിലും കാലതാമസം ഉണ്ടാകുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ആരോഗ്യ വകുപ്പിന് ആൾ നഷ്ടവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്നു. ദേവസ്വം ബോർഡ് പ്രത്യേകം ഡോക്ടർമാരെ നിയമിക്കണമെന്നും ആരോഗ്യ വകുപ്പ് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു.
ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചിയിൽ നടത്തിയ പരിശോധനയിൽ MDMAയുമായി യുവാവും യുവതിയും പിടിയിൽ. കൊല്ലം സ്വദേശി മുഹഷീം, തൃശൂർ സ്വദേശി ആഷിക തൻവീർ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 6 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇതിനു പുറമെ പെരുമ്പാവൂരിൽ ലഹരി വിൽപ്പന നടത്തിയ സ്ത്രീയും പിടിയിലായി. അസം സ്വദേശി നജ്മ ബീഗമാണ് പിടിയിലായത്. ഇവർ പരസ്യമായി ലഹരി കുത്തിവയ്ക്കുന്നതിന്റെയും വിൽക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. രാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 170 എണ്ണം വിഭജിച്ച അതിരുകൾ പുനർനിർണയിക്കാൻ ശുപാർശ. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ അംഗങ്ങളായ ഷാമി രവിയും മുദിത് കപൂറും ചേർന്ന് തയ്യാറാക്കിയ മണ്ഡല പുനർനിർണയ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. വലിയ മണ്ഡലങ്ങളാണ് വിഭജിക്കുക. 170 മണ്ഡലങ്ങളിൽ 59 മണ്ഡലങ്ങൾ 2ആയും 111 മണ്ഡലങ്ങൾ 3ആയും വിഭജിക്കണം. കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങളിലെ വലിയ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇത് നടപ്പായാൽ കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20-ൽ നിന്ന് 30ആയി ഉയരും. തമിഴ്നാട് 39-ൽ നിന്ന് 59, കർണാടക 28-ൽ നിന്ന് 42, തെലങ്കാന 17-ൽ നിന്ന് 28, ആന്ധ്രാപ്രദേശ് 25-ൽ നിന്ന് 38, ഉത്തർപ്രദേശ് 80-ൽ നിന്ന് 120, മഹാരാഷ്ട്ര 48-ൽ നിന്ന് 72 എന്നിങ്ങനെയാണ് വർദ്ധിക്കുന്നത്. 2027-ലെ സെൻസസിന് ശേഷം മണ്ഡല പുനർനിർണയം നടപ്പാക്കാനാണ് സമിതി ശുപാർശ. മണ്ഡലത്തിന്റെ വലിപ്പം, ജനസംഖ്യ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിഭജനം. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് സഞ്ചരിച്ച ശതാബ്ദി എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. വ്യാഴാഴ്ച രാത്രി 7:45-ന് കാൺപൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. ഫിറോസാബാദ് ജില്ലയിലെ മഗൻപൂർ സ്റ്റേഷൻ കടന്നു പോകവേ മോഹൻ ഭാഗവത് ഉണ്ടായിരുന്ന E1 കോച്ചിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇറ്റാവ തുൺല സെക്ഷനിലെ പെമേശ്വർ ഗേറ്റ് പാലത്തിന് സമീപത്ത് വെച്ചാണ് ട്രെയിൻ കോച്ചിന് നേരെ ആക്രമണമുണ്ടായത്. കല്ലേറിൽ ട്രെയിനിന്റെ ചില്ലുകൾ തകർന്നെങ്കിലും മോഹൻ ഭാഗവതിന് പരിക്കില്ല. കല്ലേറുണ്ടായ ഭാഗത്തിന്റെ വിപരീത ദിശയിലുള്ള സീറ്റിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. തുടർന്ന് തുണ്ടല സ്റ്റേഷനിൽ ഉന്നത ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയ ശേഷമാണ് യാത്ര തുടർന്നത്. കല്ലേറിൽ ട്രെയിനിന്റെ ജനൽ ചില്ലുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉത്തർപ്രദേശ് പോലീസ് അന്വേഷണം തുടങ്ങി. കല്ലേറുമായി ബന്ധപ്പെട്ട ഒരാളെ ഉത്തർപ്രദേശ് പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഈ മേഖലയിൽ ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്നത് പതിവാണെങ്കിലും മോഹൻ ഭാഗവത് സഞ്ചരിച്ച കോച്ചിന് നേരെ തന്നെ ആക്രമണം ഉണ്ടായതിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അപലപിച്ചു. സിന്ധു നദിയിലെ വെള്ളം അതിനെ സ്പോൺസർ ചെയ്യുന്നവരിലേക്ക് എത്താൻ NDA സർക്കാർ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഭാഷ മനസ്സിലാകാത്തവരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തങ്ങൾക്കറിയാമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സർക്കാർ ലോകത്തിന് കാണിച്ചു കൊടുത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടന്നാൽ പാകിസ്ഥാനിലേക്കുള്ള ധാന്യവും വെള്ളവും വിതരണം ചെയ്ത് നിർത്തുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിനെയും സൈനികരുടെ ധീരതയെയും ചോദ്യം ചെയ്ത കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളെയും വിമർശിച്ചു. സൈപ്രസിന് ബ്രഹ്മോസ് വിൽക്കാൻ ഇന്ത്യ ഒരുങ്ങുമ്പോൾ ഇത് 90കളുടെ ഇരുണ്ട യുഗത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് തുർക്കി. പാകിസ്ഥാനിൽ നാശം വിധിച്ച ബ്രഹ്മോസിന്റെ താണ്ഡവത്തെ ചെറുക്കാൻ കഴിയില്ലെന്നതിനാൽ തുർക്കി വേവലാതിയിലാണ്. 1997-ൽ സൈപ്രസ് റഷ്യയിൽ നിന്നും S-300 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. തുർക്കിയുടെ ആകാശത്തിലെ മേധാവിത്വം തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതോടെ തുർക്കി വിരണ്ടു. S-300 റഷ്യ സൈപ്രസിന് നൽകിയാൽ അത് ഒടുക്കത്തെ യുദ്ധമായി മാറുമെന്ന് തുർക്കി പ്രഖ്യാപിച്ചു. അവർ സൈപ്രസിന്റെ അതിർത്തിയിലേക്ക് സൈന്യത്തെ അയച്ചു. ഇതോടെ തുർക്കി റഷ്യയുമായി ഗ്രീസുമായി അകന്നു. ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് അഭ്യൂഹങ്ങൾ പറഞ്ഞു. ഇതിനിടെ തുർക്കിക്ക് വേണ്ടി അമേരിക്ക റഷ്യയിൽ ഇടപെട്ടു. എങ്ങനെയെങ്കിലും ഈ ആയുധക്കച്ചവടം ഒഴിവാക്കണമെന്ന് അപേക്ഷിച്ചു. ഒടുവിൽ റഷ്യ വഴങ്ങി സൈപ്രസിന് നൽകേണ്ട S-300 ഗ്രീസിലേക്ക് അയച്ചു. ഈ കാലഘട്ടത്തെയാണ് ഇരുണ്ട കാലഘട്ടമെന്ന് തുർക്കി വിശേഷിപ്പിക്കുന്നത്. ഈ വാരാന്ത്യത്തിൽ അമേരിക്കയും ഇറാനും യൂറോപ്പിൽ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. വൈസ് പ്രസിഡന്റ് JD വാൻസ് വാഷിംഗ്ടണിനെ പ്രതിനിധീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിഡിൽ ഈസ്റ്റ് രാജ്യത്തിനെതിരായ പുതിയ ആക്രമണങ്ങൾ പിൻവലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിന്റെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ കരാറിന്റെ ഭാഗമായി ഇറാൻ ആണവായുധം കൈവശം വയ്ക്കില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനെയി ഈ കരാറിന് വ്യക്തിപരമായി അംഗീകാരം നൽകുമെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. കരാർ ഒപ്പിട്ടതിനു ശേഷം ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി.